ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള OBOYസിയിലെ ജീവനക്കാർ ഒളിവിൽ പോയെന്ന് പോലീസ്. വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. 66 ലക്ഷം രൂപ 3 പേരുടെയും അക്കൌണ്ടിൽ എത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. അതേസമയം ദിയ കൃഷ്ണ GST അടച്ചതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പരാതി നൽകിയ 3 ജീവനക്കാരാണ് ഒളിവിൽ പോയത്. മൊഴിയെടുക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച വീട്ടിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇവരെ കാണാനായില്ല. അഭിഭാഷകനെ കാണാൻ കൊച്ചിക്ക് പോയെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. അതോടെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകി. ഇന്നലെ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ ഹാജരാവുകയോ പോലീസുമായി ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ഫോണും സ്വിച്ച് ഓഫാണ്. അതിനിടെ ദിയയുടെ സ്ഥാപനം അടച്ച GSTയുടെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. തട്ടിപ്പ് നടന്ന സാമ്പത്തിക വർഷം 21 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നതിനുള്ള GST ആണ് അടച്ചത്. അതിനു തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷം 26 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നതായി രേഖകൾ പറയുന്നു. ടാക്സ് അടച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ദിയ കൃഷ്ണയോട് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓഡിറ്ററോട് ഹാജരാകാനും നിർദ്ദേശിച്ചു. 66 ലക്ഷം രൂപ എങ്ങനെ അക്കൗണ്ടിൽ വന്നുവെന്ന് മനസ്സിലാക്കാൻ ജീവനക്കാരുടെ മൊഴിയെടുക്കൽ അത്യാവശ്യമാണ്. ദിയ പറയുന്നത് പോലെ ഈ പണം മുഴുവൻ തട്ടിയെടുത്തതാണോ അതോ ഉടമയുടെ അറിവോടെ നടന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടാണോ എന്നതും അറിയണം. അതിനുശേഷമേ പ്രതിയാര് വാദിയാര് എന്നതിൽ വ്യക്തത വരൂ. റാഹിസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.